ഇതൊക്കെ എടുത്തുകൊണ്ട് നടക്കാനല്ലാതെ ഇതൊന്നും വൃത്തിയാക്കാനത് എവനൊന്നും അറിയത്തില്ല. ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ എൻ്റെ പണിയാണ്. അച്ഛാ ചായ. എന്തുവാടാ ഇത്? പലപ്പോഴും ഇതൊന്നും എടുത്ത് കഴുകി വെച്ചൂടെ? സമയം കിട്ടണ്ടേ അച്ഛാ? മോനെ, മോൾ ഉറന്നില്ലയോ? ഇല്ലച്ഛാ, ഇന്നലെ രാത്രി മുതൽ അവൾ മൂഡ് ഓഫാ. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അപ്പോ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. മോളെ, ശ്രീമോളെ. സാധാരണ രാവിലെ കാപ്പിയുമായി എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ഇന്നത് കണ്ടില്ല. ആ, നീ അവളെ വിളിക്ക്. ശ്രീമോളെ. മോളിങ്ങി വന്നേ. എന്താ മോളെ? ഒന്നുമില്ല. അല്ല, എൻ്റെ മോൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തുവാണേലും അച്ഛനോട് പറ മോളെ. അച്ഛ, സേതുവട്ടം വന്നത് മുതൽ ഈ നിമിഷം വരെ എന്നോടൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. 3-4 ദിവസം മുന്നേ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. സേതുവട്ടൻ്റെ ഈ രീതികളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അച്ഛ. എടി, സേതു നിന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുന്നേ. ഇതൊക്കെ ഞങ്ങൾക്കൂടെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. മോള് വിഷമിക്കണ്ട, ഏട്ടൻ സംസാരിക്കാം അവനോട്. എന്താ അതുപോലെ? അതേ മോളെ, ഹരി പറഞ്ഞത് അതിൻ്റെ ശരി. ഏതായാലും ചന്ദ്രൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അളിയനും കൂടി വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കല്യാണക്കാര്യം സംസാരിക്കാനിരിക്കുക. മോള് സമനോട്ട് പൊയ്ക്കോ. ആ, എടാ ഹരി, ഇവളീ പറയുന്നില്ല എന്തെങ്കിലും വാസ്തവം ഉണ്ടോടാ? അവനെന്താ ഇങ്ങനെ? അറിയില്ല അച്ഛാ, സേതുവളിയും വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കും. ഈ ശംഖു ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുവായിരുന്നോ? ചേച്ചിയായി കേറുവാടാ. നനച്ചിരിക്കാത്ത സമയത്ത് ഒരു നശിച്ച മഴ. ചേച്ചി, ശങ്കുവേട്ടൻ എവിടെ? അവൻ അപ്പുറത്തെങ്ങാനും കാണും. നീ വാ. ആ വയലിലെ കൊല മൊത്തം പഴുത്ത് പാറാൻ കൊണ്ടുപോവാ. ആ ശങ്കുണ്ണിയേട്ടനെ വിളിച്ചൊന്ന് വെട്ടിച്ചു വെച്ചൂടെ? ആളുകളെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊല വെട്ടാനെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത് കാണാം. പക്ഷെ ഇതുവരെ ഒരു കൊല ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടില്ല. നിന്നെ ഇപ്പോ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഈയിടെയായിട്ട് ശരീരത്തിനൊക്കെ ഒരു വയ്യായിക. ആയ കാലത്ത് അച്ഛനോടൊപ്പം ഈ പറമ്പിൽ കിടന്ന് ഒരുപാട് അധ്വാനിച്ചതല്ലേ. ഇപ്പം എൻ്റെ ഈ ശരീരവും പണിമുടക്കി തുടങ്ങി. വയസ്സൊക്കെ ആയില്ലേ. മഹി ഇന്നലെ ഇവിടെ വന്നിരുന്നു. അവൻ്റെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. തല തെറിച്ചു പോയി. എത്ര നന്നാക്കാൻ നോക്കിയിട്ടോ നേരെയാവും. എന്നെക്കുറിച്ച് പേടിയുള്ളത് കൊണ്ടാണ് വീട്ടിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. അവൻ്റെ മോശം കൂട്ടുകെട്ടാ അവനെ ഇങ്ങനെ ആക്കിയത്. എന്ത് ചെയ്യാനാ? ആ, അളിയൻ വന്നിട്ട് കുറേ നേരം ആയോ? ഇല്ലടിയാ, ഇപ്പോൾ വന്നേ ഉള്ളൂ. അളിയൻ ആ കാര്യം സംസാരിച്ചായിരുന്നോ? ഇല്ല ചേച്ചി, നമ്മുടെ സേതുവിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹകാര്യം തീരുമാനിക്കണ്ടേ? ഇനി നമുക്കത് വെച്ച് നീട്ടണോ? സേതു തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ആ നിശ്ചയം നടത്തി വെച്ചാലോ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. നമ്മുടെ ശങ്കരന്റെ വിമലയുടെ ആഗ്രഹമായിരുന്നു അവരുടെ വിവാഹം. നമുക്കത് നടത്തണം. കാണാൻ അവരിവിടെ ഇല്ലെങ്കിലും മുകളിലിരുന്ന് അവർ കണ്ട് സന്തോഷിക്കട്ടെ. നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. തേങ്ങയ്ക്ക് വില കൂടിയതിന് ശേഷം പൊഴിഞ്ഞു വീഴുന്ന ഒന്നും കിട്ടാനില്ല. രാവിലെ ഒന്ന് ഇറങ്ങി എല്ലായിടവും മൊത്തം. അപ്പൊ ഭാര്യയാ പറഞ്ഞത് അളയും വന്നു. മഹേ, ഇങ്ങ വാ.
ഞങ്ങൾ സേതുവിൻ്റെയും ശ്രീമോളുടെയും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവനിങ്ങോട്ട് വന്നിട്ട് വേണം നിശ്ചയത്തിൻ്റെ തീയതി എടുക്കാൻ. നീ ഇവിടെ കാണുമല്ലോ. ഞാനിപ്പോൾ പോവും കാരണമൊക്കെ പോയിട്ട്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. സേതു വന്നിട്ട് നീ പോയാ മതി. അളിയ, ശ്രീമോളും ശ്രീവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്നും പിടിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ എളിയാ, വല്ല സൗന്ദര്യ പിണക്കോ ആയിരിക്കും. എന്തായാലും സേതു വരട്ടെ. ആ, അവൻ വരട്ടെ. വല്യച്ഛ, ആ, മോൻ വന്നോ? ആ, ഇരിക്കേ. എന്തുകൊണ്ട് വിശേഷം? സുഖം. മോനെ, നിനക്ക് എത്ര മാസത്തെ ലീവുണ്ട്? കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ. മോനെ, നീ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയാലോ? നിങ്ങളുടെ രണ്ടുപേരുടെയും ഗൃഹനില നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും വിവാഹത്തിന് അത്യുത്തമമാണ്. അമ്മാവ, ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ആയിട്ടില്ല. മോനെ, എന്ത് സാഹചര്യം? ഇപ്പൊ വിവാഹ നിശ്ചയം നടത്തിയിട്ട് മോൻ പറയുന്ന സമയത്ത് കല്യാണം നടത്തിയാൽ പോരെ? അവനിവിടെ വന്ന് കയറിയില്ലേ ഉള്ളൂ. ഒന്ന് ആളുകളെ സമയം കൊടുക്ക്. എന്തായാലും അത്ര ധൃതി? നീ സംസാരിക്കണ്ട മോനെ. അളിയൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്യും. നീ ഒന്നുകൂടി ആലോചിക്കുക, എന്നിട്ട് ഉചിതമായ ഒരു തീരുമാനം പറ. ആ, നിന്നെ ഞങ്ങൾ ആരും നിർബന്ധിക്കുക. സംസാരിച്ചതൊക്കെ മതി. ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം. എന്നാ ശരി, കഴിച്ചിട്ടാവാളിയാ.